ഒരു പ്രദേശം മുഴുവനായി അങ്ങ് മണ്ണിടിച്ച് പോയ പോലെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വീടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അവശേഷിപ്പ് പോലും അവിടെ ഇല്ലാത്ത രീതിയിൽ മണ്ണ് മൂടിയിരിക്കുന്നു. ശരിക്കും ഉരുൾപൊട്ടലിന് സമാനമായ ഒരു പ്രതിഭാസം തന്നെയാണ് അവിടെ ഉണ്ടായതെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുടുങ്ങിക്കിടക്കുന്ന അമ്മയ്ക്കും മകനുമായുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അവരുടെ പേര് വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? ഹിമ, പേര് വിവരങ്ങൾ അമ്മയുടെ പേര് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. മണപ്പാട്ട് ഗ്രേസി എന്നാണ് അവരുടെ പേര്. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഭാഗമാണിത്. പയ്യനത്തോട്ടത്തിൽ നമ്മൾ രാവിലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ മണ്ണിടിച്ചിലുണ്ടായി ഒരു അമ്മയും മകനും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നത്. അവിടെ ഉരുൾപൊട്ടലാണ് സംഭവിച്ചതെന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. വളരെ ദൂരം ഇത്തരത്തിൽ മണ്ണും കല്ലും ഒക്കെ തന്നെ ഒലിച്ചു പോയി, ഒരു വീട് ഉൾപ്പെടെ ഇത്തരത്തിൽ കാണാനില്ല തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ ഗ്രേസിയും അവരുടെ മകനും നിലവിൽ ഇപ്പോൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നു. ആ വീട് ഇത്തരത്തിൽ അവിടെയാണ് ഇത്തരത്തിൽ ഈ തിരച്ചിലും ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഫയർഫോഴ്സിന്റെ സംഘവും NDRFിന്റെ സംഘവും ഉൾപ്പെടെ ഫയർഫോഴ്സിന്റെ സംഘം നിലവിൽ ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുമുണ്ട്. ഗ്രേസി എന്ന് പറയുന്ന മണപ്പാട്ട് സ്വദേശി ആണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവരുടെ മകനുമുണ്ട്. ഏതായാലും തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. പയ്യനത്തോട്ട് നമ്മൾ രാവിലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ രീതിയിൽ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. തെക്കോയിൽ 2-3 ഇടത്തും ഉണ്ടായിരുന്നു. പൂഞ്ഞാർ തെക്കേക്കര കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പയ്യനത്തോട്ടത്ത് രാവിലെ മണ്ണിടിച്ചിലെന്നാണ് പലതരത്തിൽ വിവരങ്ങൾ വന്നത്. പക്ഷെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു ഉരുൾപൊട്ടലാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഗ്രേസി എന്ന് പറയുന്ന ഒരു മാതാവിനെയും അവരുടെ മകനെയും കാണാനില്ല എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും പയ്യനത്തോട്ടത്താണ് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു വീട് പൂർണ്ണമായും മണ്ണിനടിയിലാണ്. അമ്മയ്ക്കും മകനുമായുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ഷിനോജ്, ഈ വീടിന് സമീപത്ത് മറ്റു വീടുകൾ ഉണ്ടായിരുന്നോ? അവിടേക്കൊക്കെ ഈ മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടോ? അവിടെയുള്ളവരെയൊക്കെ മാറ്റി പാർപ്പിച്ചു. രക്ഷാപ്രവർത്തനം അവിടെ എങ്ങനെയാണ് നടക്കുന്നത്? പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളുടെയൊക്കെ ഒരു സാഹചര്യം എന്താണ്? മനസ്സിലാക്കാൻ കഴിയുന്നത് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ, അതിനാൽ തന്നെ ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ പലരും ഇതിന്റെ ഭാഗമായി മറ്റ് സുരക്ഷിതമായ ഇടങ്ങളിലേക്കൊക്കെ തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലരെയും മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. എന്തായാലും ഒരു രക്ഷാപ്രവർത്തനം സംബന്ധിച്ച ഒരു ദുഷ്കരമായ കാര്യമെന്ന് പറയുന്നത് ഈരാറ്റുപേട്ട ടൗൺ പൂർണ്ണമായും വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ്. അതിനാൽ തന്നെ ഈരാറ്റുപേട്ട ടൗണിൽ എത്തി അവിടെ നിന്നാണ് ഈ പൂഞ്ഞാറിലേക്കൊക്കെ തന്നെ പോകേണ്ടത്. എന്നാൽ ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് കോട്ടയത്തിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നുമൊക്കെ എത്തിയ ഫയർഫോഴ്സ് സംവിധാനങ്ങൾക്കൊക്കെ തന്നെ ഈ അകത്തേക്ക് പൂഞ്ഞാർ ഈ രക്ഷാപ്രവർത്തനം അതീവമായി നടക്കേണ്ട ഇടങ്ങളിലേക്ക് തന്നെ എത്താൻ കഴിയുന്നില്ല എന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണ്. നിലവിൽ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഉള്ള ഫയർഫോഴ്സ് ആണ് നിലവിൽ ഇപ്പോൾ ആ മേഖലകളിലൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. എന്നാൽ അതേസമയത്ത് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് ഈ ഈരാറ്റുപേട്ട ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ അകത്തേക്ക് കയറുന്നതിന് വേണ്ടി അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഈരാറ്റുപേട്ട ടൗണിൽ പൂർണ്ണമായി വെള്ളം കയറി നിൽക്കുകയാണ്. ആ വെള്ളം ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. അവിടെ ഇപ്പോഴും മഴ അതിശക്തമായി തന്നെ തുടരുന്നുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ പയ്യനത്തോട്ടത്ത് ഈ ഒരു തോട്ട മേഖല കൂടിയാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിൽ വീട്ടിൽ ഗ്രേസി എന്ന് പറയുന്ന അമ്മയെയും മകനെയും നിലവിൽ ഇപ്പോൾ കാണാനില്ല എന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നത്. ഉരുൾപൊട്ടലാണ് എന്നതാണ് ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിന്റെ ഭാഗമായി വരുന്ന മേഖലകളാണ്. തിക്കോയിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും തന്നെ ആളപായമില്ല എന്നതായിരുന്നു രാവിലെ വന്ന വാർത്തകൾ എന്ന് പറയുന്നത്. എന്തായാലും തിക്കോയിൽ ആളപായമില്ല. പക്ഷേ ഈ പൂഞ്ഞാർ തെക്കേക്കര കേന്ദ്രീകരിച്ചുള്ള ഈ മണപ്പാട്ട് ഈ കുടുംബത്തിലെ ഗ്രേസി എന്ന് പറയുന്ന മാതാവിനെയും അവരുടെ മകനെയും കാണാനില്ല എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേഷനായിട്ട് വരുന്നത്. ശരി, കോട്ടയം ജില്ലയിലെ സാഹചര്യമാണ് ഷിനോജ് പങ്കുവച്ചത്. പലയിടങ്ങളിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പയ്യനത്തോട്ടത്താണ് ഒരു വീടിന് മുകളിലേക്ക് പൂർണ്ണമായും ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞു വന്ന് ഒരു അമ്മയും മകനെയും കാണാതായിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ ആരംഭിക്കുകയാണ്. ഷിനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.